ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അച്ചൻകോവിലേക്കാണ് പോകുന്നത്. ഈ അച്ചൻകോവിൽ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കുട്ടനാട് കാണിക്കുന്നതെന്ന് മിക്കവരും ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇന്ന് കുട്ടനാട് കവർ ചെയ്യാനായിട്ടുള്ള പ്ലാനായിരുന്നു. നല്ല മഴയും വെള്ളമൊക്കെ പ്രതീക്ഷിച്ച് വന്ന് നമുക്ക് കിട്ടിയത് നല്ല കരിഞ്ഞുണങ്ങിയ ഒരു ഭൂപ്രകൃതിയൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല നല്ല വെയിലും അതിനൊത്ത ചൂടും. അപ്പം ഇന്നത്തെ യാത്രയിൽ ശരിക്കും കന്യാകുമാരിയിൽ നിന്ന് എൻ്റെ 3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരുമായിട്ട് കുട്ടനാട് കറങ്ങാനായിട്ടുള്ള പ്ലാനായിരുന്നു. പക്ഷേ കുട്ടനാട് വന്നപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴേക്കും നമുക്ക് പ്ലാൻ മാറ്റി നേരെ അച്ചൻകോവിൽ വഴി വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അച്ചൻകോവിലേക്ക് ഇവിടുന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാവനാൽ ചെക്ക് പോസ്റ്റ് വഴി അച്ചൻകോവിലേക്ക് നമുക്ക് പണ്ടത്തെ പോലെ അത്ര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. കുറേ റെസ്ട്രിക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അച്ചൻകോവിലേക്ക് ഇപ്പോൾ എങ്ങനെ പോകാമെന്നും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനും എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ കോന്നിയിൽ ഞാവനാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് കയറി കേട്ടോ. നേരത്തെ പോലെയൊന്നുമല്ല, നല്ല സ്ട്രിക്റ്റ് ആണ്. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് വണ്ടി നിർത്താനോ വീഡിയോ എടുക്കാനൊന്നും പാടില്ല. കാരണം ഇത് കാടായതുകൊണ്ട് തന്നെ നമ്മൾ കാടിനകത്ത് വണ്ടി നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം അനിമൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബൈക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്തായാലും ഇപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും വഴിയിൽ നിർത്താനോ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോഴേക്കും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും സ്ട്രിക്റ്റ് ആക്കുന്നതിനും പല കാരണങ്ങളുണ്ട്. കാരണം അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ വഴിക്ക് ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും അനിമൽസ് വഴിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തുകയോ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പോവുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടതും അവരാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഈ വഴിക്ക് അവർ ക്യാമറ ഒന്നും ഇപ്പോൾ അലൗ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രം അകത്തേക്ക് കയറുക. നമ്മൾ ഈ കാണുന്നതുണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു അമ്പലം ഉണ്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ 2 അമ്പലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ നെക്സ്റ്റ് അമ്പലം ഇടത്തെ സൈഡിൽ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കല്ലേലി മുത്തപ്പൻ അമ്പലം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് നല്ല തിരക്ക് കാണാനായിട്ട് വരും കേട്ടോ. കാരണം നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. മിക്കപ്പോഴും എന്തെങ്കിലും പരിപാടികളോ ചടങ്ങുകളൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കിവിടെ ആളുകളെ കാണാനായിട്ട് പറ്റും. വഴി കിടക്കുന്ന കിടപ്പുണ്ടോ, നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കല്ലേലി പാലത്തിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മിക്കവാറും നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ട് ചെളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് അങ്ങനെ ആനിമൽ പ്രസൻസ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് ഇത്തിരി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയും അതുപോലെ വണ്ടികൾ എപ്പോഴും പോകുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അത്ര വലിയ കുഴപ്പമില്ല. നമ്മൾ കല്ലേലി ആ ഒരു പാലം കഴിഞ്ഞ് അകത്തേക്ക് കയറുന്ന ഒരു വഴി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആനിമൽ പ്രസൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ആന. പിന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ, കരിമ്പുലിയും പുലിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ നേരെ കാടിനകത്തേക്ക് കയറുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ കാറിന് വന്ന ടൈമിൽ ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മലമ്പാമ്പ് വന്ന് ചത്ത് കിടക്കണ്ടായിരുന്നു. അത് മയിൽ കൊത്തി കൊന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പാമ്പിൻ്റെ കറക്റ്റ് തലയുടെ മുകളിലായിട്ട് ഒരു ചെറിയ ഹോളും ഉണ്ടായിരുന്നു. ഈ മയിലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മയിൽ ഇതുപോലെ പാമ്പുകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം കൊന്നു കളയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും അത് മയിൽ എന്തെങ്കിലും കൊത്തിയിട്ട് തീരെ അവശനായിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ വന്ന് കിടന്നായിരിക്കും. അത്ര വലിയ സൈസൊന്നും അല്ലായിരുന്നു, എന്നാലും ഒരു മീഡിയം ടൈപ്പ് പാമ്പ് തന്നെയായിരുന്നു. ഇത് വഴി കിടക്കണ നോക്കിയേ, എന്ത് രസമല്ലേ. ഇതാണ് നമ്മുടെ അച്ചൻകോവിൽ. നിങ്ങൾ ഓൾറെഡി ഈ ഒരു വഴിയുടെ ഭീകരതയെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഈ കാണുന്ന വഴിയൊന്നുമല്ല. ഇനി കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും നല്ല തിക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ 2 സൈഡും പച്ചപ്പും പുല്ലും ഭയങ്കര ഒരു ഭീകരതയുള്ളൊരു കാടാണ്. ഈ റൂട്ടിൽ ഒരു കാരണവശാലും ഞാൻ ബൈക്കിന് പോകാനായിട്ട് സജസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ റൂട്ടിലെ ഒരു അപകടം തന്നെയാണ്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആനയോ പുലിയോ എന്ത് ആനിമലാണെങ്കിലും അവിടെ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ കാറിനകത്തോ അല്ലെങ്കിൽ ഒരു ജീപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സൈഡിലും പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം സേഫാണ്. ബൈക്കിലെ കണ്ടീഷൻ അതല്ല. ബൈക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആനിമൽ നിൽക്കുകയാണെങ്കിൽ വണ്ടി തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ബൈക്കിന് ഈ റൂട്ടിൽ പോകുകയെന്ന് പറയുന്നത് വളരെ റിസ്ക്കിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു റൂട്ട് വന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അടുത്ത ദിവസം നമ്മൾ വേറൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അച്ചൻകോവിൽ ചെന്നിട്ട് വേണം അത് പോകാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഈ റൂട്ടിൽ വരാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തത്. എന്തായാലും ചെറിയൊരു റിസ്ക് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ബൈക്കിന് പോകാനായിട്ട് ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. കാറോ അല്ലെങ്കിൽ ജീപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയും ഏത് കാട്ടിൽ വേണമെങ്കിലും ഞാൻ ധൈര്യമായിട്ട് കയറിപ്പോകും. ഇത് ബൈക്കിൽ ഇതുപോലൊരു കാട്ടിൽ കൂടി കയറുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, പോണ വഴിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നല്ല ചെളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്പീഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാലൻസ് തെറ്റി വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചെളിയിൽ നല്ലപോലെ സ്ലോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ബെറ്റർ.
ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ കാടിൻ്റെ ആംബിയൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വേറൊരു കാറ് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പ്രശ്നമില്ല. കാരണം എന്തെങ്കിലും ആനിമൽസ് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ കാറ് കഴിഞ്ഞിട്ടേ നമ്മൾ കാണുള്ളൂ. ഈ വഴിയുടെ കണ്ടീഷൻ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ നല്ല ഗട്ടറുള്ള വഴിയാണ് ഇത്. റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. റോഡൊക്കെ പൊളിഞ്ഞു പോയി ആകെ കരിങ്കല്ലും ഈ മെറ്റലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുവാണ്. നമ്മൾ ഈ റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ നടു ഒരു പരിഭവമായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ലെഫ്റ്റിലേക്കൊക്കെ വഴിയുണ്ടല്ലേ, ഇവിടെ താമസിക്കുന്ന ആളുകളുടെ സെറ്റിൽമെൻറ്റ്സും അതുപോലെ തന്നെ അവരുടെ വീടുകളും ഒക്കെയാണ്. ഫുൾ പച്ചപ്പ്, എവിടെ നോക്കിക്കഴിഞ്ഞാലും പച്ചപ്പ്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കാറ് ഫ്രണ്ടിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല. കുറച്ച് സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ബൈക്ക് ADV ആയതുകൊണ്ട് തന്നെ ചെറിയ കട്ടറൊക്കെ ആണെങ്കിലും അങ്ങ് എടുത്ത് ചാടിച്ച് നമുക്കങ്ങ് പോകാനായിട്ട് പറ്റും. പക്ഷേ കാറ് ഫ്രണ്ടിലുള്ളതുകൊണ്ട് നമുക്കങ്ങനെ പോകാനും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ബെറ്റർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. വഴി കിടക്കണ ഒരു കിടപ്പുണ്ടോ, എന്ത് രസമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെയാണ് ബൈക്കിന് വരുന്നതെന്നുണ്ടെങ്കിൽ പേടിച്ച് അപ്പുറത്തെത്തുമ്പോഴത്തേക്ക് ഒരു പരിവും. കാരണം അമ്മാതിരി വഴിയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ടെന്നുള്ള അറിയില്ല. ഈ ഒരു വഴിക്ക് തനിയെ വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആകെ പേടിച്ച് കുളമാവും. ഞാനാകെ ഒരു തവണ മാത്രമാണ് ഈ റൂട്ടിൽ ബൈക്കിന് വന്നിട്ടുള്ളൂ. അന്ന് വർക്കല പോകുന്ന ടൈമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സിബിനും കൂടിയിട്ട് ഈ റൂട്ടിൽ ഫസ്റ്റ് അവൻ്റെ ഹിമാലയനിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ തന്നെ ഈ ഒരു വഴിയെ കണ്ട് പേടിച്ച് ആകെ കുളമായി പോയിരുന്നു. കാരണം അമ്മാതിരി ഭീകരതയാണ് ഈ ഒരു വഴി. ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഈ ഒരു വഴി പോകുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം നല്ല ഗട്ടറുള്ള വഴിയും ഒരുവിധം കയറ്റം ഇറക്കമൊക്കെ ആയിട്ടുള്ള വഴികളും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റും. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഈ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടീക്ക് പ്ലാന്റേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അത്ര തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ല. പക്ഷെ കുറച്ച് നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റും പുല്ലും അങ്ങനെ എന്താ പറയുക, ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഏതെങ്കിലും ആനിമൽസ് അതിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഈ റൂട്ടിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു റൂട്ടുണ്ടല്ലോ ഭയങ്കര ഒരു ഫീലാണ്. അതായത് നമുക്ക് ആ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ റൂട്ട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം ഇന്നിപ്പോൾ അച്ചൻകോവിൽ പോയപ്പോഴത്തേക്കും നമ്മൾ ഈ റൂട്ടിൽ വന്നതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ്. നമുക്ക് ഈ കാട് റിലേറ്റഡ് ആയിട്ടുള്ള വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാകാറുണ്ടല്ലോ. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൂട്ടുകളിലൊന്നാണ് ഈ കാണുന്ന അച്ചൻകോവിൽ റൂട്ട്. കാടിൻ്റെ ഒരു തിക്നെസ് കണ്ടോ, ഇത് ടീക്ക് പ്ലാന്റേഷനാണ്, എന്നിട്ടും ഇവിടുത്തെ കാട് എന്ത് തിക്കാണെന്ന് നോക്കിയേ. ഇനി കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ, മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയിരിക്കും. നമ്മൾ പോകുന്ന വഴിക്കതേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു പുഴയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ നല്ല വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വേനലിൽ വരുന്ന പോലെയല്ല, നല്ല മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുക. വേനലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിക്ക് വരുമ്പോഴേക്കും നമ്മുടെ ആ കാണുന്ന പുഴയിലൊക്കെ എന്തെങ്കിലും ആനിമൽസൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മിക്കപ്പോഴും മ്ലാവോ അല്ലെങ്കിൽ ആനയൊക്കെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് കിട്ടുക. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുന്നുണ്ട് തന്നെ ഈ ആനിമൽസ് ഒന്നും പുഴയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർക്ക് കാടിനകത്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഈ പുഴയിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. വഴിയുടെ ഒരു ആംബിയൻസ് ഉണ്ട്, എന്ത് ഭീകരതയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓരോ വളവും എടുത്തെടുത്ത് പോകുമ്പോഴേക്കും പേടിച്ചാണ് പോകുന്നത്. കാരണം ഈ വളവ് തിരിഞ്ഞങ്ങ് ചെല്ലുമ്പോഴേക്കും ആനയോ എന്തെങ്കിലും ആനിമൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് സ്ലോവിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി കിടപ്പുണ്ടോ, ഇവിടെ എന്തെങ്കിലും നിന്നാൽ കാണാൻ പറ്റുമോ? സൈഡിൽ ഫുള്ള് മരവും ഈ ചെടിയെല്ലാം നിറഞ്ഞു നിൽക്കുവാണ്. അത് കണ്ടോ, ഈ ഭാഗത്ത് ഇവിടെ നിന്ന് നേരെ ആയിരുന്നു റോഡ്. ഈ റൂട്ടിലൊരു പാലം ഉണ്ടായിരുന്നു, ആ പാലം പൊളിഞ്ഞുകൊണ്ട് ഇതാ ഇപ്പോൾ കാടിനകത്തൂടെ വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡൊന്നുമില്ല, ഈ കാണുന്ന നല്ല ചെളിയാണ്. ഇതിൻ്റെ ആ വഴിയുടെ അറ്റത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല ചെളിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത് കണ്ടോ, ഇതെന്താ ഇഷ്ടംപോലെ ചെരുപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ആരെയോ വണ്ടിയിൽ നിന്ന് പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ട് വഴി കാണാനായിട്ട്. ചെളി. അങ്ങനെ നമ്മൾ തിരിച്ച് റോഡിലേക്ക് കയറി. ഈ ഭാഗത്തൊക്കെ കാടിൻ്റെ ഒരു ആംബിയൻസ് നോക്കി, എന്ത് രസമല്ലേ. നല്ല തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ കാഴ്ച നമുക്ക് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യും.
നമ്മൾ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കുരങ്ങോ മലയെണ്ണാനോ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഈ ഭാഗത്തൊക്കെ നോക്കി മരം ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. മിക്കവാറും കഴിഞ്ഞ മഴയ്ക്ക് വല്ലതൊക്കെ ആയിരിക്കും. ഇതേപോലെ നമ്മൾ പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മരങ്ങളോ എന്തെങ്കിലുമൊക്കെ വീണ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ അച്ചൻകോവിൽ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റൂട്ടിൽ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മളും ചിലപ്പോൾ 1-2 വണ്ടികൾ വേറെ വന്നു അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ആനിമൽസ് നിൽക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വണ്ടികളുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു റൂട്ടിൽ പോകാനായിട്ട് പറ്റും. നമ്മളീ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വീട് കണ്ടില്ലേ? നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ബൈക്കിന് വന്ന ആ ഒരു ടൈമിൽ ആരണ്യകം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഇതിലെ ബൈക്കിന് വന്ന ടൈമിൽ ഒരു ചേട്ടനെ അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടായിരുന്നു. നമ്മളങ്ങനെ നിർത്തി ആ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു പോയത്. ഇപ്പോൾ അവിടെ ആൾതാമസം ഉണ്ടോയെന്നറിയില്ല. എന്തായാലും അവിടെ ഒരു ചെറിയ വീട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, പോണ വഴിക്ക് ഫുള്ള് ചെറിയ ചെറിയ റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഫുള്ള് നനഞ്ഞ് ഫുള്ള് വെള്ളമാണ് ഇവിടെ. പുകയാണല്ലോ, പുക. വഴിയുടെ ഒരു കണ്ടീഷൻ ഉണ്ടോ? മരമൊക്കെ വീണ് ഇവിടെയൊക്കെ റീസെൻ്റ്ലി മരം വീണിട്ടുണ്ട്. പിന്നെ ആനപ്പിണ്ടമൊക്കെ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് നോക്കിയേ, മരങ്ങളും ചെടികളും ഒക്കെ വീണ് വഴിയിൽ തന്നെ കിടക്കുന്നുണ്ട്. മഴക്കാലത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു റൂട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മരം വീഴാനും അതുപോലെ തന്നെ മണ്ണിടിയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി മഴക്കാലത്തൊന്നും ഈ ഒരു റൂട്ട് പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ റൂട്ടെന്നല്ല, മഴക്കാലത്ത് പൊതുവേ ഈ ഹൈ റേഞ്ചും അല്ലെങ്കിൽ ഫോറസ്റ്റിലൂടെയുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതാ ഈ ഒരു ഏരിയ നോക്കിയേ, കംപ്ലീറ്റ് ആയിട്ട് പുല്ല് നിറഞ്ഞു നിൽക്കുന്ന വഴികളാണ്. മീൻകുത്തി തൊട്ടടുത്തിരിക്കണം. ക്യാമറ എടുക്കാൻ പറ്റാത്ത കാരണമായിരിക്കും മീൻകുത്തി അവിടെ തൊട്ടടുത്തൊക്കെ വന്നിരുന്ന് കളിയാക്കണ്ട്. ഇനി നീ എങ്ങനെ എടുക്കുമെന്ന് കണ്ടേന്നും പറഞ്ഞു. ഈ കാണുന്ന ഭാഗത്തൊരു വ്യൂ നോക്കിയേ, 2 സൈഡിലും നല്ല കുറ്റിക്കാടായിട്ട് നിൽക്കുന്നത്. നല്ല ആനപ്പിണ്ടമൊക്കെ റോഡിൽ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നുമുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും തിക്കായിട്ടാണ് ഈ ഒരു പുല്ലൊക്കെ വെക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അനിമൽസ് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ടോ, വളരെ നാരോ ആയിട്ടുള്ള വഴി. നമ്മൾ ഫസ്റ്റ് ടൈം ഇതിലെ ബൈക്കിന് വന്ന ടൈമിൽ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അന്നൊരു കാട്ടി, മെയിലായിട്ടുള്ളൊരു കാട്ടി റോഡിന് തൊട്ട് സൈഡിൽ തന്നെ ആ കാട്ടിൽ നിന്നിരുന്നത്. എന്തായാലും ഇത്തവണ പോകുമ്പോഴേക്കും നമുക്ക് കാട്ടിയല്ല, ആനയല്ല, പുലിയല്ല, എന്ത് സാധനം നിന്ന് കഴിഞ്ഞാലും വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കാണ്. കാരണം നമുക്ക് ക്യാമറ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു റണ്ണിങ്ങിൽ ഈ ക്യാമറ അങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വണ്ടി നിർത്തി വീഡിയോ എടുക്കുന്നത് പെർമിറ്റഡ് അല്ല. വഴിയുടെ കണ്ടീഷൻ ഇത്തിരി സീനാണ് കേട്ടോ. കാരണം ഒന്നിത് ഫോറസ്റ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ അത്ര നല്ല വഴിയുടെ ആവശ്യമില്ല. കാരണം നല്ല വഴി വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്പീഡിൽ പോകും. അപ്പോൾ എന്തെങ്കിലും ആനിമൽസിനെ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോഴേക്കും ഏകദേശം ഒരു ആവറേജിനും താഴെയായിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോ ആയിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ആനിമൽസിനെയൊക്കെ പോയി തട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു റൂട്ടിലെ ഒരു ആംബിയൻസ് കണ്ടോ, അത് നോക്കിയേ. ഈ ഭാഗത്ത് കണ്ടീഷൻ നോക്കിയേ, റോഡിന് നടുക്ക് തന്നെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള വഴികൾ, ഒരു ആർച്ച് പോലെയൊക്കെ ഇല്ലേ, നല്ല ഭംഗിയുണ്ട് വഴി കാണാനായിട്ട്. പക്ഷേ ഉള്ളിൽ ചെറിയ പേടിയുണ്ട്. കാരണം ആന എന്തെങ്കിലുമൊക്കെ വഴിയിൽ നിൽക്കുകയാണെങ്കിലാണ് ടെൻഷൻ. ബാക്കിയുള്ള ആനിമൽസൊന്നും അത്ര പ്രശ്നക്കാരല്ല. ആനയോ കരടിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല അവർ ചിലപ്പോൾ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്നത്. എന്തായാലും വളരെ ശ്രദ്ധിച്ച് തന്നെ പോവാം. ഈ ഭാഗത്തൊക്കെ പച്ചിലയൊക്കെ പറിച്ച് റോട്ടിലിട്ടിട്ടുണ്ട്. ആനയാണോ എന്നറിയില്ല. വളരെ സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളവ് തിരിഞ്ഞ് ചെന്ന് നിൽക്കുന്നത് ആനയുടെ ഫ്രണ്ടിലൊക്കെ ആയിരിക്കും. നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും ഒരു മയിൽ നിന്ന് ഇങ്ങനെ പീലി വിരിച്ച് ആടുന്ന ഒരു ഷോട്ടൊക്കെ കിട്ടി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ആൺമയിലും 2-3 പെൺമയിലുണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും അതെ, അവിടെ ഇരിക്കണുണ്ടോ മയിൽ. ഈ ഭാഗത്ത് മിക്കപ്പോഴും ഈ മയിലിനെ കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു ചെറിയ ക്യാമ്പ് ഷെഡൊക്കെ ഉള്ള കാരണം തന്നെ ആളുകളുടെ പ്രസൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇത്തിരി സേഫായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ആളുകളുടെ പ്രസൻസ് ഉള്ള ഏരിയയിൽ വന്ന് നിൽക്കുന്നത്. എന്തായാലും അച്ചൻകോവിൽ റൂട്ടിൽ നമ്മൾ വന്നപ്പോഴൊക്കെ ആ ഭാഗത്ത് തന്നെ നമുക്ക് മയിലിനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്.
അതുപോലെ തന്നെ പണ്ട് ഞങ്ങൾ വന്ന ആ ഒരു ടൈമിൽ ഞാനും നവീനും ഉണ്ടായിരുന്നു. ഈ ഭാഗത്താണെന്ന് തോന്നുന്നു ആന നേരെ റൈറ്റ് സൈഡിലേക്കുള്ള ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയത്. നമ്മുടെ വണ്ടി കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആൾ സൈഡിലേക്ക് കയറിപ്പോയി. അന്ന് കാറിനായിരുന്നു, അത് കാരണം പിന്നെ അത്രയും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വളരെ ശ്രദ്ധിച്ച് എന്തെങ്കിലും ആനിമൽസൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ കാണുന്നൊരു ഏരിയയിൽ മിക്കപ്പോഴും ആനയും മയിലിനെയും മ്ലാവിനെയൊക്കെ കാണാറുള്ള ഏരിയയാണ്. ഇത് കണ്ടില്ലേ, നല്ല പുല്ലുണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയ ബ്രിഡ്ജും കാണാം. പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് അന്ന് ഒരു കാട്ടി ആ പുല്ലിൻ്റെ ഇടയിലേക്ക് കണ്ടത്. പക്ഷേ ഇപ്പോൾ പുല്ലൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു. അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും നിന്നും അറിയില്ല. ഇതേ നിൽക്കണം, ഞാൻ പറഞ്ഞ മയിലൊരെണ്ണം. ഇതാണ് ഇവിടുത്തെ ഒരു ക്യാമ്പ് ഷെഡ്. ഈ ഭാഗത്ത് ആനകൾ ക്രോസ് ചെയ്യാറുള്ളതെന്നാണ് പറഞ്ഞത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഏരിയയിൽ, നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഏരിയയിൽ കൂടിയൊക്കെ ആന റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുള്ളതാണ്. ഇതുണ്ടോ കാടിൻ്റെ കണ്ടീഷൻ നോക്കി, നല്ല തിക്കായി. ഇവിടെയൊക്കെ ആ റോഡ് ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തല്ല, കുറച്ചുകൂടി നമ്മൾ താഴേക്ക് ഇല്ലുന്ന ടൈമിൽ റോഡിലേക്ക് പുല്ല് വന്ന് നിന്നിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ആയിട്ട് റോഡ് വളരെ ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴേക്കും കാറ് വരാനുള്ള ഒരു കറക്റ്റ് ഗ്യാപ്പ് മാത്രം, അതും കാറിൻ്റെ രണ്ട് സൈഡും പുല്ലിലൊക്കെ ഒരഞ്ഞൊരഞ്ഞാൽ വന്നത്. പിന്നെ കാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ നല്ല എക്സ്ട്രീം വൈൽഡ് ലൈഫ് ഭ്രാന്തൊക്കെ ഉള്ള ആളുകളിലെ അവർക്ക് പറ്റിയ റൂട്ടാണിത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്രെയിൻ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഇന്നലെ നൈറ്റിൽ ഈ റൂട്ടിൽ പോയ ഒരു ജീപ്പിനെ ഈ വഴിയിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ആന തള്ളിയിട്ടു. ആ വണ്ടി എടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ക്രെയിനാണിത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ റൂട്ടിലൂടെയുള്ള യാത്ര എത്ര ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ എത്ര റിസ്കി ആണെന്നുള്ളത്. നമ്മൾ ഈ പോകുന്ന വഴിക്കതേ ഓപ്പോസിറ്റ് സൈഡിൽ പുഴയുടെ സൈഡിലായിട്ടുള്ളൊരു ഏരിയ ഉണ്ടല്ലേ, നല്ല പുല്ലൊക്കെ വളർന്ന് ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ വരുന്ന ടൈമിൽ ഒരുപാട് കാട്ടികൾ ആ ഒരു സൈഡിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ വന്നപ്പോഴത്തേക്കും കാട്ടിയെ പോയിട്ട് ഒരു മ്ലാവിനെ പോലും കാണാനില്ല. വഴിയുടെ കണ്ടീഷൻ ശരിക്കും മോശമുണ്ട് കേട്ടോ. ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് മിക്കയിടത്തും വെള്ളം ഇതേപോലെ തങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുഴിയൊക്കെ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ കിടക്കും. വീണ്ടും ചെളി. ഈ ഭാഗത്തൊക്കെ പുഴ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അക്കരെ വരെ നല്ല ഭംഗിയായിട്ട് കാണാം നമുക്ക്. പക്ഷെ കലങ്ങിയ വെള്ളമോ, നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം മിക്കവാറും ആനിമൽസ് ഒന്നും ആ റൂട്ടിലേ ഇല്ല. ഈ റോട്ടിട്ട് കയറിയിട്ട് ഫുള്ള് റിവർ ക്രോസ് തന്നെ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് റിവർ ക്രോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് എവിടെയോ ലെഫ്റ്റ് സൈഡിലായിട്ട് ആന നിൽക്കുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ എവിടെ ആയിട്ടാണെന്നുള്ളത് അറിയില്ല. ആ പുഴയുടെ സൈഡിലാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു ടൈമിൽ ബൈക്കിലായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതെ, അടുത്ത വാട്ടർ ക്രോസ്. ഇങ്ങനെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വാട്ടർ ക്രോസ് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇതുണ്ടല്ലേ, സംഭവം വേറെ ഒന്നുമല്ല, ഇത് അരുവിയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഈ റോഡ് പൊളിഞ്ഞ് കുഴിയായിട്ട് കിടക്കുന്ന ഭാഗത്ത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ്. അതെ, പറഞ്ഞു തീർന്നില്ല. അടുത്തത് ഈ ഭാഗത്ത് എവിടെയൊക്കെയോ ആന നിൽക്കുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു. എവിടെയാണെന്നറിയില്ല. അടിപൊളി. വീണ്ടും റിവർ ക്രോസിങ്. ഈ ഭാഗത്തുനിന്ന് കുറച്ച് ടാസ്ക്കാണ് കയറി പോകാനായിട്ട്. കാരണം കുറച്ച് ഓഫ് റോഡ് ആയിട്ടുള്ള വഴി ആയതുകൊണ്ട്. റൈറ്റ് പിടിച്ചോ. നമ്മുടെ ലിവിങ്സ്റ്റൺ ചേട്ടൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ADV അല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടി തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടേത് ADV ആയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ചാടിക്കയറി പോകുള്ളൂ. അവിടെ പുഴയുടെ സൈഡ് എന്തെങ്കിലും നിൽക്കുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുഴ കാണാനായിട്ട് പറ്റും. പുഴയുടെ സൈഡിൽ എവിടെയോ ആന നിൽക്കുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു.
ഇവിടെയാണോ ആന വന്ന് മണ്ണിടിച്ച സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ കയറിപ്പോയി കാണാം. ഓപ്പോസിറ്റ് നേരത്തെ ഒരു ബൈക്കുകാർ വന്നിട്ടുണ്ടായിരുന്നു, അവരാ പറഞ്ഞത് ആന നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വണ്ടി നിർത്താനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടടിച്ച് പോവാം. ഈ ഭാഗത്തു നിന്നൊക്കെ റോഡ് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ലാണ്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഇതുണ്ടല്ലേ, ആന ഇടിച്ചു പൊളിച്ച് കയറി പോയേക്കണ പാടെ കാണാം. അതേ ആനപ്പിണ്ടം കിടക്കണം. വണ്ടിയെ കയറി ഇറങ്ങി ഒരു പരിവായി. നമ്മൾ അന്ന് വന്ന ടൈമിൽ കോന്നിയിൽ നിന്ന് നമ്മൾ കയറി ഇപ്പുറത്ത് എത്താറായപ്പോഴേക്കും ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് നൈറ്റ് ടൈമിലാണ് നമുക്കൊരു ലെപ്പേർഡിനെ നമ്മുടെ വണ്ടിയുടെ തൊട്ട് സൈഡിൽ തന്നെ കിട്ടിയത്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുത്തേക്കാട്ടോ. ഇവിടെ നിന്ന് തീരെ മോശമായിട്ടുള്ള വഴി കേട്ടോ. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് നല്ല രീതിയിൽ ഗട്ടറും അതും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത്. ഈ റൂട്ടിൽ നമ്മൾ ഓപ്പോസിറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ കയറി പോരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വഴിയുടെ കണ്ടീഷൻ ഈ ഭാഗത്ത് ഇങ്ങനെ ഇത്രയും മോശമാണെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ ലെപ്പേർഡിൻ്റെ സൈറ്റിങ്ങും ആനയുടെ സൈറ്റിങ്ങും മിക്കപ്പോഴും കിട്ടാറുണ്ടെന്ന് പറഞ്ഞത്. ഈ ഭാഗത്തുണ്ടല്ലോ ആനയുടെ സൈറ്റിങ് വളരെയധികം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് ഇല്ലിമുളകൾ കാണാനായിട്ട് പറ്റും. ഇത് മുളങ്കാടായതുകൊണ്ട് തന്നെ മുള കഴിക്കുന്നതിനായിട്ട് ആന മിക്കപ്പോഴും ഈ ഭാഗത്തൊക്കെ വന്ന് നിൽക്കാറുണ്ട്. നമ്മുടെ റോട്ടിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു, കാരണം ബൈക്കിനല്ലേ. ഇത് കണ്ടോ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒക്കെ മുളയുണ്ട്. രണ്ട് സൈഡും സൂക്ഷിച്ചു പോവുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ആന നിൽക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചൻകോവിൽ റൂട്ട് നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യും. ഈ ഭാഗത്തൊക്കെ വഴി ഇത്തിരി നല്ല രീതിയിൽ മോശമാണ്. ഓ ഗട്ടർ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതൊക്കെ കരിമ്പുലി അതുപോലെ തന്നെ നമ്മുടെ പുള്ളിപ്പുലിയുടെ ഒക്കെ ഏരിയ ആണ്. ഏത് നിമിഷവും നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ചാടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗോപ്രോ ഫുൾ ടൈം ഓൺ ചെയ്ത് വെച്ചേക്കണേ. നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ലെപ്പേർഡിന് കിട്ടിയത്. അത് നല്ല അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു. ഇതിന് തൊട്ട് താഴെ സൈഡിലായിട്ട് നമ്മുടെ പുഴ ഒഴുകി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം. നമ്മുടെ ബ്ലാക്ക് ലെപ്പേർഡും അതുപോലെ തന്നെ ലെപ്പേർഡും ഒക്കെ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇത് ഈ ഒരു ബിൽഡിങ് നോക്കി വെച്ചാൽ കാണാം. വീണ്ടും ചെളിവെള്ളം. ഇവിടെയൊക്കെ വെള്ളം നല്ല ഒഴുക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് വീണ്ടും ടീക്ക് പ്ലാന്റേഷൻ തന്നെ കേട്ടോ. ഇവിടെ ഈ തേക്ക് ഉണ്ടെങ്കിലും ഇവിടെയും ആന നിൽക്കാറുണ്ട്. നമ്മളിപ്പോൾ വഴിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ആനപ്പിണ്ടം ചതഞ്ഞറിഞ്ഞാൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടമൊന്നും എങ്ങും കാണാൻ പറ്റിയില്ല കേട്ടോ. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുകളിലൊക്കെ പഴക്കമുള്ള ആനപ്പിണ്ടം മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് അച്ചൻകോവിൽ ആ ഒരു റോഡ് ഓടി തീർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അലിമുക്കിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ സേഫായിട്ട് നമ്മളിതേ അലിമുക്കിൽ നിന്ന് വരുന്ന ആ ഒരു വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ അച്ചൻകോവിൽ. നമ്മൾ ഈ കാണുന്ന വഴിയില്ലേ, ഇത് ടീക്ക് പ്ലാന്റേഷനാണ്. പക്ഷേ എങ്കിലും ഈ വഴിയുടെ ഒരു ഭംഗി നോക്കി എന്ത് രസമല്ലേ. അച്ചൻകോവിൽ പോകുന്ന വഴിക്ക് കുറച്ച് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന വഴി. ടീക്ക് പ്ലാന്റേഷൻ ആണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ഈ റൂട്ടിലൂടെയുള്ള യാത്ര. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ പുഴ കാണാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ആനിമൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കാട് കയറുമ്പോഴത്തേക്കും കാട്ടിൽ എന്തെങ്കിലും ആനിമൽസിനെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. പോണ വഴിയിലേ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ മയിൽ നിൽക്കുന്നുണ്ട്. ഈ റൂട്ടിൽ മിക്കയിടത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മയിലിനെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അച്ചൻകോവിൽ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഇന്ന് അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത റൂട്ടിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അടിപൊളി. ഇത് ആ പുഴ നോക്കി നല്ല ഭംഗിയില്ലേ. എന്ത് രസമല്ലോ വഴി കാണാനായിട്ട്. ഇതാണ് അച്ചൻകോവിലേക്ക് പിന്നെയും വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇവിടുത്തെ വഴിയുടെ ആ ഒരു ഭംഗി.
ഈ ഭാഗത്തൊക്കെ നമുക്ക് നൈറ്റ് വന്ന ടൈമിൽ കുറേ കാട്ടികളും അതുപോലെ തന്നെ മ്ലാവിനെയൊക്കെ കിട്ടിയ ഏരിയയാണ്. അവരെന്തിനാ കണ്ടിട്ട് നിർത്തിയാന്ന് തോന്നുന്നു. ആ കാറുകാരെ എന്തോ കണ്ടിട്ട് നിർത്തിയാന്ന് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കണ്ടായിരുന്നു. ആന വല്ലതാണോ? അവിടെ കാറുകാരെന്തോ കണ്ടിട്ട് ചവിട്ടിയുണ്ട്. എന്താ ഐറ്റമാണെന്ന് അറിയില്ല. ആന വല്ലതാണോ? എവിടെയാക്കണേ? കയറിപ്പോയാ? ഓ ആ അതെ, സാമാണ്. ആണോ? ആ അത് തന്നെ. ഓ അപ്പൊ റിട്ടേൺ വരുമായിരിക്കും. കുറച്ച് ടൈം എടുക്കും. പക്ഷെ വിട്ടോട്ടാണോ? താങ്ക് യു. കാട്ടി ഇതിനകത്ത് എവിടെയോ ഉണ്ടായിരുന്നു, പക്ഷേ കയറിപ്പോയി. ഓക്കെ. അവർ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അവർ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അവർ ആ വണ്ടി നിർത്തിയതെന്ന് വെച്ചാലേ അവിടെ തൊട്ടടുത്ത് തന്നെ കാട്ടി റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് ബൈക്കിന് വന്ന ആ ഒരു ടൈമിൽ ഈ വണ്ടിയുടെ സൗണ്ട് ഒരുപാട് വന്നതുകൊണ്ട് തന്നെ അത് തിരിച്ച് കയറിപ്പോയി. ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിറങ്ങി വരുമായിരിക്കും, പക്ഷേ കൺഫേം അല്ല. എന്തായാലും നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നില്ല. നമ്മൾ നേരെ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് റൂം എടുത്ത് നമുക്ക് അവിടെ നിന്ന് സ്റ്റേ അടിക്കാം. വഴിയുടെ ഒരു ആംബിയൻസ് നോക്കി എന്ത് രസമല്ലേ, അടിപൊളി. നല്ല കിണ്ണം കഴിച്ച വഴി എന്നൊക്കെ പറയില്ലേ. ഒരു സൈഡിലായിട്ട് പുഴ ഒഴുകുന്നുണ്ട്. പോയ ഇതുണ്ട്, നമ്മൾ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ പുഴ ഒഴുകി പോകുന്നുണ്ട്. എന്ത് രസമല്ലേ വഴി കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. സന്ധ്യയും കൂടി ആയപ്പോഴേ ഈ റോഡിൻ്റെ സൈഡിൽ ഇത് കണ്ടല്ലേ പുഴ ഒഴുകുന്നത്, എല്ലാം കൂടി ആയപ്പോഴേക്കും അടിപൊളി വൈബ്. നല്ല രസമുണ്ട് വഴി കിടക്കുന്നത്, ആ കാടിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ നടുക്കൂടി ഈ റോഡ് പോകുന്നതും നല്ല രസമല്ലേ. ഇതാണ് നമ്മുടെ അച്ചൻകോവിൽ ക്ഷേത്രം. നമ്മൾ പലതവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു റൂം എടുത്ത് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് സാം.